ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 50 വായിക്കുന്നത്. അത് അതായത് വത്സാസുരവധവും ബകാസുരവധവും. ഭഗവാൻ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചത് ഗോവർദ്ധന പർവ്വതത്തിനവിടെ കുട്ടികളെയൊക്കെ തീറ്റാൻ, അതായത് മേയ്ക്കാൻ കുട്ടികളുമായി ഭഗവാൻ ഓടക്കടലൊക്കെ ഊതി പോയപ്പോൾ പശുക്കുട്ടികളുടെ ഇടയ്ക്ക് അതായത് വത്സാസുരൻ പശുക്കിടാവായി മായ കൊണ്ട് അവിടെ നിന്നത് കണ്ണൻ അത് കണ്ടു, മനസ്സിലാക്കി. മറ്റുള്ള കുട്ടികൾക്കൊന്നും അത് അറിയത്തില്ല. ഭഗവാൻ അതിനെ നിരീക്ഷിച്ചു തുടങ്ങി. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. നമുക്കതിൻ്റെ ബാക്കി 4-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 4. രഭസ വിചലത്പുച്ഛം വിച്ഛായതോസ്യ വിലോകയൻ കിമപി വലുതസ്കന്ധം രന്ധ്രപ്രദേശമുദീക്ഷിതം തമഥ ശരണേ ബിഭ്രൽ വിഭ്രാമയൻ മുഹുരുച്ചകൈ കുഹചന മഹാവൃക്ഷേ ചിക്ഷേ വിദക്ഷത ജീവിതം. രഭസ വിചലൽ പുച്ഛം വിച്ഛായതോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രദേശമുദീക്ഷിതം തമഥ ശരണേ ബിഭ്രൽ വിഭ്രാമയൻ മുഹുരുച്ചകൈ കുഹചന മഹാവൃക്ഷേ ചിക്ഷേ വിദക്ഷത ജീവിതം. ഒന്നുകൂടി. രഭസ വിചലൽ പുച്ഛം വിചലൽ രഭസ വിചലൽ പുച്ഛം വിച്ഛായതോസ്യ വിലോകയൻ കിമപി വലുതസ്കന്ധം രന്ധ്രപ്രദേശം ഉദീക്ഷിതം തമഥ ശരണേ ബിഭ്രൽ വിഭ്രാമയൻ മുഹുരുച്ചകൈ കുഹചന മഹാവൃക്ഷേ ചിക്ഷേ വിദക്ഷത ജീവിതം. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നു. കുട്ടികൾക്ക് അറിയത്തില്ല. അപ്പം ഭട്ടതിരിപ്പാടാണ് ഇവിടെ ഭഗവാനെ എന്ന് വിളിക്കുന്ന. കുഞ്ഞുങ്ങൾക്ക് അവിടെ കൃഷ്ണ എന്ന് മാത്രമേ അറിയൂ, ഭഗവാനാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ ഭട്ടതിരിപ്പാടാണ് ഭഗവാനോട് ഇത് പറയുന്നത്, ഇതിങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ. ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് അവനെ തിരിച്ചറിഞ്ഞ് നിരീക്ഷിച്ച് വന്നു. ആരെയാ? ഈ അസുരനെ. അതായത് പശുക്കിടാവായിട്ട് രൂപം പൂണ്ട് പശുക്കളുടെ ഇടയ്ക്ക് നിന്ന ആരും അറിയത്തില്ലല്ലോ ഈ അസുരൻ. അങ്ങനെ ഇതിനെ തിരിച്ചറിഞ്ഞു കൃഷ്ണൻ. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് വാലാട്ടിക്കൊണ്ട് നടക്കുകയും കഴുത്ത് വെട്ടിത്തിരിച്ച് തരം നോക്കിക്കൊണ്ട് നടക്കുകയും ചെയ്തു. എന്തിനാ കഴുത്ത് ഇങ്ങനെ വെട്ടിത്തിരിക്കുന്നത്? പശുക്കുട്ടികൾ അങ്ങനെ നടക്കത്തില്ലല്ലോ. പോഴിങ്ങനെ വെട്ടിത്തിരിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. അതെല്ലാം അസുരനല്ലേ, എപ്പോഴാ തരം കിട്ടുമെന്നറിയാൻ കണ്ണനെ വധിക്കാനായിട്ട് അതിനെ കഴുത്ത് വെട്ടിച്ച് തരം നോക്കിക്കൊണ്ട് നടക്കുകയും ചെയ്തു. കള്ളത്തരം മനസ്സിലാക്കിയ അതായത് ഗുരുവായൂരപ്പൻ അതിൻ്റെ കാലുകൾ കൂട്ടിപ്പിടിച്ച് ഊക്കിൽ പല പ്രാവശ്യം ചുഴറ്റി. പ്രാണഹാനി വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വീശി ഒരേറ് കൊടുത്തു. അതൊരു വൃക്ഷത്തിന്മേൽ ചെന്ന് വീണു. അവൻ്റെ കഥ കഴിഞ്ഞു. അപ്രകാരം അസുരനെ ഭഗവാൻ നിഗ്രഹിച്ചു. ഇത് ഭട്ടതിരിപ്പാട് ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പറയുന്നു. പണ്ടത്തെ കഥകളൊക്കെ വർണ്ണിക്കുവാണ്. കണ്ണനിങ്ങനെ അന്ന് കുഞ്ഞായിരുന്ന സമയത്ത് പശുവിനെ മേച്ച് നടന്നപ്പോൾ വത്സാസുരൻ ഇങ്ങനെ പശുക്കിടാവായിട്ട് അവിടെ വന്നില്ലേ, കണ്ണനത് മനസ്സിലാക്കിയില്ലേ, അന്ന് കാല് രണ്ടും പിടിച്ച് ചുഴറ്റി എറിഞ്ഞില്ലേ, അപ്പോൾ വൃക്ഷത്തിൻ്റെ മുകളിൽ വന്ന് വീണ് അവൻ്റെ കഥ കഴിഞ്ഞില്ലേ. ഗുരുവായൂരപ്പ അങ്ങനെയുള്ള ഭഗവാനെ നാരായണ എന്നിങ്ങനെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നു. നമുക്ക് 5-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 5. നിപതതി മഹാദൈത്യേ ജാത്യാ ദുരാത്മനി തൽക്ഷണം നിപതനജവക്ഷുണ്ണക്ഷോണീരുഹക്ഷതകാനനി ദിവി പരിമിളൽ വൃന്ദാരക കുസുമോൽക്കരൈ ശിരസി ഭവതോ ഹർഷാത് വർഷന്തി നാമ തദാഹരേ. നിപതതി മഹാദൈത്യേ ജാത്യാ ദുരാത്മനി തൽക്ഷണം നിപതനജവക്ഷുണ്ണക്ഷോണീരുഹക്ഷതകാനനി ദിവി പരിമിളൽ വൃന്ദാരക കുസുമോൽക്കരൈ ശിരസി ഭവതോ ഹർഷാത് വർഷന്തി നാമ തദാഹരേ.
വത്സാസുരനെ നിഗ്രഹിച്ചതിൽ സന്തോഷിച്ച് ആരാ? ദേവകൾക്ക് സന്തോഷം വരും. കാരണം അസുരന്മാരുടെ ഉപദ്രവം അവർക്ക് സഹിക്കവയ്യല്ലോ. സാധുക്കളായ ഭക്തന്മാരെയൊക്കെ ഉപദ്രവിക്കുന്നു, ദേവകൾക്ക് പൊറുതിയില്ല. അപ്പോൾ അവർ സന്തോഷിച്ച് ഓരോരോ അസുരന്മാരെയും ഭഗവാൻ ഇങ്ങനെ നിഗ്രഹിക്കുമ്പോഴെല്ലാം അവർ സന്തോഷിക്കും. അപ്പോൾ ഇതുപോലെ വത്സാസുരനെ നിഗ്രഹിച്ചതിലും അവർ സന്തോഷിച്ചു. ദേവകൾ എന്ത് ചെയ്തു? ഭഗവാൻ പൂമഴ പൊഴിച്ചു. ദേവലോകത്തു നിന്ന് അതിൻ്റെ സന്തോഷത്താൽ ഭഗവാൻ ആ കണ്ണനെ, അന്ന് കൃഷ്ണനെ പൂമഴ കൊണ്ട് വർഷിച്ചു. ദുഷ്ടന്മാരായ അസുരന്മാരെ ഓരോരുത്തരെയായി ഭഗവാൻ നിഗ്രഹിച്ചു വരുന്നല്ലോ എന്ന സന്തോഷമാണ് ദേവകൾക്കുണ്ടായത്. അപ്പോൾ അവർ സന്തോഷം കൊണ്ട് മലർതൂകി, അതായത് പൂമഴ വർഷിച്ചു. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 6. സുരഭിലതമാ ഊർധന്യൂർധം കുത കുസുമാവലീ നിപതതി തവേത്യുക്തോ ബാലേ സഹേലം ഉദൈരയാ ചടതി ധനുജ ക്ഷേപേണോ ഊർധം ഗതസ്തരുമണ്ഡലാൽ കുസുമ നികര സോയം നൂനം സമേതി ശനേരിതി. സുരഭിലതമാ ഊർധന്യൂർധം കുത കുസുമാവലീ നിപതതി തവേത്യുക്തോ ബാലൈ സഹേലം ഉദൈരയാ ഝടതി ധനുജ ക്ഷേപേണോ ഊർധം ഗതസ്തരുമണ്ഡലാൽ കുസുമ നികര സോയം നൂനം സമേതി ശനേരിതി. ഇവിടെ സുന്ദരവും സുരഭിലവുമായ ഈ പൂക്കൾ ഭഗവാന്റെ ശിരസിലേക്ക് ഇങ്ങനെ പൂക്കൾ വന്ന് നിരന്ന് പൂമഴ പൊഴിച്ചത്. ഈ പൂക്കളെല്ലാം ഭഗവാൻ, അത് അങ്ങയുടെ കണ്ണൻ്റെ, അത് ഗുരുവായൂരപ്പൻ്റെ ശിരസിലേക്ക്, അന്ന് കൊച്ചു കൃഷ്ണനായിരുന്നു. ഇവിടെ പട്ടത്തിരിപ്പടാണിത് പറയുന്നത്, കുട്ടികളല്ല. അന്ന് ഇങ്ങനെ നടന്നു ഈ സംഭവങ്ങൾ. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഭഗവാന്റെ ശിരസിലേക്ക് മുകളിൽ എവിടെ നിന്നാണ് വീണതെന്ന് ആര് ചോദിച്ചു? അന്നത്തെ കുട്ടികൾ, ബാലന്മാർ, ഗോപികളും ഒക്കെ ചോദിക്കുന്നത്. അവർ നോക്കിയപ്പം പുഷ്പങ്ങൾ ഇങ്ങനെ കണ്ണൻ്റെ, കൊച്ചു കൃഷ്ണൻ്റെ തലയിലേക്ക് വർഷിക്കുന്നു. ഈ അസുരനെ എടുത്ത് എറിയുകയും ചെയ്തു. പുഷ്പങ്ങളിങ്ങനെ മഴ പോലെ വർഷമായിട്ടിങ്ങനെ വന്ന് വീഴുന്നു. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, ബാലന്മാർ കൃഷ്ണനോട് ചോദിച്ചു. അതിവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞു, അന്ന് സുരഭിലവുമായ ഈ പൂക്കൾ ഭഗവാന്റെ ശിരസിലേക്ക് മുകളിൽ എവിടെ നിന്നാണ് വീണെന്ന് ചോദിച്ച ബാലന്മാരോട് കൃഷ്ണ, ഗുരുവായൂരപ്പ, അങ്ങ് എന്താ പറഞ്ഞത്? തമാശയായിട്ടാണെങ്കിലും അന്ന് കുട്ടികളോട് പറഞ്ഞു, അങ്ങ് അസുരനെ വീശി എറിഞ്ഞപ്പോൾ മരങ്ങളിൽ നിന്ന് പെട്ടെന്ന് മേൽപോട്ട് ഉയർന്നു പോയ പൂക്കൾ പതുക്കെ കീഴ്പോട്ട് പതിച്ചതാണെന്ന് തമാശയായി മറുപടി പറഞ്ഞു. കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ, ദേവലോകത്തു നിന്നാണ് ഈ പുഷ്പങ്ങളെല്ലാം വന്ന് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. ഗോപന്മാരല്ലേ, അവർക്കെന്തറിയാം? പക്ഷേ ഭഗവാനോടെ വെട്ടം പൊട്ടിക്കാൻ പറ്റുമോ? ദേവകൾ എവിടെ നിന്ന്? പിന്നെ അതിൻ്റെ ചോദ്യങ്ങളാവും, ഭഗവാൻ ആരാണെന്ന് അറിയും. അതുകൊണ്ട് ഭഗവാനോട് തമാശയായിട്ടാണെന്ന് പറഞ്ഞത്. ഇത് എവിടെ നിന്ന് വീണു ഈ പുഷ്പങ്ങളെന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ അത് മരങ്ങളിൽ ചെന്ന് മുട്ടിയല്ലോ. ഈ അസുരനെ എടുത്ത് എറിഞ്ഞപ്പോൾ മരത്തിൽ ചെന്ന് അടിച്ചപ്പോൾ മരത്തിൽ നിന്ന് പൂക്കൾ മേലോട്ട് തെറിച്ച് മേലോട്ട് പൊങ്ങി അത് താഴേക്ക് ഇങ്ങനെ വന്ന് വീണതാണെന്ന് കുഞ്ഞുങ്ങളോട് തമാശയായിട്ട് കണ്ണനെന്ന് പറഞ്ഞു. അതെല്ലാം ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറഞ്ഞു, ഗുരുവായൂരപ്പ, അന്ന് ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളോട് തമാശയായിട്ട്? പക്ഷേ അത് എവിടുന്ന് വന്ന് വീണതാ? ദേവന്മാർ പുഷ്പങ്ങൾ അവിടുന്ന് വർഷിച്ചു. കണ്ണൻ ഇങ്ങനെ ഓരോ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചപ്പോൾ സന്തോഷം കൊണ്ട് ദേവന്മാർ പുഷ്പവർഷം ചൊരിയിച്ചു. അതാണെന്ന് കുട്ടികളോട് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ തമാശയായി ഇങ്ങനെ പറഞ്ഞു, ഒരു കൊച്ചു കള്ള എങ്ങനെയാ ഇതെല്ലാം ഈ മരത്തിൽ വന്ന്, ഈ മരത്തിൽ വന്ന് എടുത്ത് എറിഞ്ഞു അസുരനെ. അപ്പോൾ മരത്തിൽ നിന്ന് അടിച്ചപ്പോൾ മരത്തിൽ വന്ന കൊണ്ടല്ലേ അസുരനെ, ആ ഊക്കിൽ അതിൽ നിന്ന് പുഷ്പങ്ങളെല്ലാം മേലോട്ട് തെറിച്ച് പോയി അത് താഴേക്ക് വന്ന് വീഴുന്നതാണ് കുട്ടികൾ കണ്ടതെന്ന് ഭഗവാൻ അന്നവിടെ പറഞ്ഞു. ഇതെല്ലാം ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നു. നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം മക്കളെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.